അനുരാജുണ്ട്. അനുരാജ്, ഇപ്പോൾ BJP കേന്ദ്ര സർക്കാർ കേരളത്തിനൊന്നും നൽകിയില്ല എന്നുള്ള കേരളത്തിലെ പ്രതിനിധികൾ പ്രതികരിച്ചു കഴിഞ്ഞു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങേ നിരാശനാണെന്ന് തോന്നുന്നു. യാത്രാക്ഷീണ യാത്രാക്ഷീണം വരും. അതിവേഗ റെയിൽ ഒന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. വന്ദേ ഭാരതിലാണ് വന്നത്. വന്ദേ ഭാരത് മാത്രമേ ഉള്ളൂ. അതിവേഗം അനുവദിച്ചു, നമുക്ക് കിട്ടിയിട്ടില്ല 6 എണ്ണം. ശ്രീധരൻ സാറും വഴിയാധാരമായി ആണല്ലോ, പ്രഖ്യാപനമില്ല. പറയട്ടെ, ഞാൻ പറയാം. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പൊതുവേ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ബിൽഡപ്പ് ആയി കഴിഞ്ഞു തോന്നുന്നു. കാരണം കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നുമില്ല എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് മുഖവിലക്കെടുക്കാൻ എനിക്ക് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ ഒരു ആഗോള സാഹചര്യത്തെ പറ്റി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വിലയിരുത്തിയിട്ടോ ആണ് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയതെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതുവരെ വന്ന ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് എന്ത് എന്നതിനെ പറ്റിയാണ്. അതിനപ്പുറം ഈ ബഡ്ജറ്റ് എന്ത് എന്നതിനെ പറ്റിയുള്ള ചർച്ചകളിലേക്ക് ചിലപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി കേരളത്തിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് ഇപ്പോൾ കുറേ പദ്ധതികൾ പറഞ്ഞു. അതിനകത്ത് നമ്മളില്ല എന്ന് നമ്മളിപ്പം പറയുന്ന ഒരെണ്ണമേ ഉള്ളൂ. 7 നമ്മുടെ ഹൈസ്പീഡ് റെയിൽ കോറിഡോഴ്സ് പറഞ്ഞതിനകത്ത് കേരളത്തിൻ്റെ പേര് വന്നിട്ടില്ല. മറ്റിപ്പോൾ നമ്മൾ പറഞ്ഞ ആയുർവേദ എയിംസ് ആയാലും അതുപോലെ ഉൾനാടൻ ജലപാതയായാലും ഒക്കെ എവിടെ എന്നുള്ള ആയിട്ടില്ല. 5 യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട്, ടൗൺഷിപ്പുള്ള വലിയ പ്രോജക്റ്റുകൾ. അപ്പോൾ അത്തരം പ്രോജക്റ്റുകൾ എവിടെ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് കേരളത്തിൽ നേടിയെടുക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ആരാണ് കുറ്റവാളി, എന്താണ് സംഭവിച്ചത്, നമ്മുടെ നിർദ്ദേശങ്ങൾ എവിടെ പോയി. ഇതിലെ ഇപ്പോൾ നമ്മൾ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മെട്രോമാൻ എന്തായി, അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായില്ലേ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആ പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ ഈ ശ്രീധരൻ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ നമുക്കറിയാം. ആ സമയം കൊണ്ട് ഇത് കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെട്ടു വരും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര ബഡ്ജറ്റ് മാത്രമാണോ ഇത്തരം ഒരു പദ്ധതി ആരംഭിക്കാനുള്ള ഒരു വർഷമുള്ള ഏക സാധ്യത? അങ്ങനെ മാത്രമാണോ സംഭവിച്ചിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് പദ്ധതികളില്ല എന്നുള്ളതിനെ പറ്റി നമ്മൾ സുരേഷ് ഗോപി തൃശ്ശൂർ തന്നെ എയിംസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പുള്ളി ആലപ്പുഴ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ബഡ്ജറ്റ് ഒന്നും കണ്ടില്ല. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ആയിട്ടില്ല. എന്നതാണ് ചോദ്യം. അല്ലേ, കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ സുരേഷ് ഗോപിക്കായാലും മെട്രോമാൻ ആയാലും പിണറായി വിജയനായാലും ഒക്കെ ചർച്ച ചെയ്യണമല്ലോ. അത് ആരോഗ്യകരമായ സാഹചര്യമാണല്ലോ നടക്കുന്നുള്ളൂ. ഡോക്ടർ അരുണിന്റെ ആശങ്ക തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവെള്ള വെച്ച് തന്നില്ലേ? ആ കോർപ്പറേഷൻ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. അതുമില്ല. അല്ല, നമുക്ക് അത് പിന്നെ പോവാം, നമുക്ക് ബഡ്ജറ്റ് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഡോക്ടർ അരുണിന്റെ ഈ ആശങ്കയും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകരാണ്, അങ്ങ് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചർച്ചകൾ നടക്കട്ടെ, ഈ പദ്ധതികൾ വരട്ടെ. പറഞ്ഞത് ആഗോള സാമ്പത്തിക സാഹചര്യം എന്ന് പറഞ്ഞല്ലോ, ആഗോള സാമ്പത്തിക സാഹചര്യം കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സാമ്പത്തിക സാഹചര്യം രാജ്യം വലിയ വളർച്ചയിലാണെന്നാണല്ലോ അവകാശപ്പെടുന്നത്. ആ വളർച്ച ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഫലം കുറച്ചെങ്കിലും. മാത്രമല്ല അനുരാജ്, ബീഹാറിൽ കഴിഞ്ഞ തവണ ഇലക്ഷൻ തൊട്ട് മുമ്പ് ബീഹാറിൽ ഒരു IIT കൊടുക്കുന്നു, ബീഹാറിൽ കനാൽ പ്രൊജക്ട് വരുന്നു. എന്തിനേറെ മഖാന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അവിടുത്തെ താമരമുട്ടടക്കം എത്ര വലിയ ഹിറ്റായിട്ട് മാറി. നമുക്കിവിടുന്ന് ആകെ ഉള്ളത് നാളികേരത്തിന്റെ കാര്യത്തിൽ പോലും അത് സ്പെസിഫിക് ഒരു സ്ഥലം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ കാര്യം കൂടി ഉണ്ട്. ശ്രീ രാജീവ് നായർ പറഞ്ഞ പോലെ കേരളത്തിലെ BJPക്ക് പ്രതീക്ഷിക്കേണ്ട എന്നതിന്റെ ഒരു സൂചനയായിട്ടാണോ അതിനെ കാണേണ്ടത്? അത് കേരളം മാത്രമല്ല, തമിഴ്നാട്ടിനും കൊടുത്തിട്ടില്ല കാര്യമായിട്ട്. ആകെ 2-3 പ്രൊജക്റ്റേ ഉള്ളൂ. ആവാസ വ്യവസ്ഥയിൽ കേരളവും പെടും. ഞാൻ സ്മൃതി ആദ്യം ചോദിച്ച ചോദ്യം ആഗോള സാഹചര്യം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആഗോള സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വോളറ്റൈൽ സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ള സാമ്പത്തിക സ്ഥിതിയെ അതുപോലെ നിലനിർത്താനെങ്കിലും ശ്രമിക്കണ്ടേ? അപ്പോൾ ശരിയാണ്, നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ വലിയ പദ്ധതികളില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് നമ്മുടെ ആഗോള തലത്തിലുള്ള ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഈ വളർച്ചയെ ഈ രീതിയിലെങ്കിലും നിലനിർത്തുക എന്നുള്ള വലിയ വെല്ലുവിളിയുണ്ട്. പല സാമ്പത്തിക ശക്തികളും മുഖ്യധാര രാഷ്ട്രങ്ങളും അതിന് സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വളരെ കോഷ്യസ് ആയിരിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആ ഒരു ശ്രദ്ധ, അതീവ ജാഗ്രത ഈ ബഡ്ജറ്റിൽ കാണിച്ചു.